അപ്പൊ രണ്ട് നീതിയാണോ? വർഷ കൊടുത്ത പരാതിയിൽ കേസില്ലേ? രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കാ അറിയാത്തത്? അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും. ആ പ്രക്ഷോഭം തുടരുമ്പോൾ കേസെടുത്ത് ജയിലിലടക്കാനാണ് ഭാവമെങ്കിൽ ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. സംശയമില്ല. ബിജെപിയുടെ ആക്ഷേപം ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു ഗുണ്ടയെ പോലെ അവിടെ പെരുമാറി എന്നുള്ളതാണ്. അത് എന്നാ ക്യാമറ ക്ലിപ്പ് ഒന്ന് കാണിക്കട്ടെ. CCTV ക്യാമറ ഉണ്ടല്ലോ. CCTV ക്യാമറ അവരുടെ കയ്യിൽ ഉണ്ടല്ലോ. കാണിക്കട്ടെ അവര്. രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ അംബേദ്കറെ അപമാനിച്ചതിനായിട്ട് അമിത്ഷായ്ക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചാൽ പോകുന്ന ആളാണോ രാഹുൽ ഗാന്ധി? നിങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആദ്യമായിട്ടാണോ ആക്ഷേപിക്കുന്നത്? BJPക്ക് ഒറ്റ ജോലിയല്ലേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുക. അതവർ തുടരട്ടെ. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപമാനപരമായ സ്റ്റേറ്റ്മെന്റിൽ ഇറക്കി. ഇപ്പൊ ട്വിറ്ററിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും സമരം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിന്റെ അവകാശമല്ലേ? അവിടെ എല്ലാം നിരോധിക്കുകയാണെന്ന് പറയുന്നത്. ഇത് വെള്ളരിക്കപ്പെട്ടനാണ്. നടക്കില്ല. English actually what happened yesterday in the parliament, everybody know about that. Our demand is very clear. Amit Shah should apologize and he should resign from the ministry on the very, very unacceptable remarks of Ambedkar ji. Entire country is now agitating, not only in parliament, everywhere agitation is happening. This agitation will continue. They can take case. If we are agitating on this issue against Amit Shah, if they want to take case, let them take case. But there should be a neutrality also. Varsha Gaikwad ji also given a complaint yesterday. Why not that case has been taken? This is what I